TM മുഹമ്മദ് ദിനാചരണത്തിന്റെ ഭാഗമായി CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU കേന്ദ്ര കമ്മിറ്റി അംഗവും കൊച്ചി നഗരസഭ മുൻ മേയറുമായിരുന്ന TM മുഹമ്മദിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ചുള്ളിക്കലിൽ നിന്നും പൊതുസമ്മേളന വേദിയായ BTR ജംഗ്ഷനിലേക്ക് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ഉണ്ടായിരുന്നു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും മനസ്സിൽ വിശ്വാസം ആർജിച്ച നേതാവായിരുന്നു സൗറ്റിയെ. അതായിരുന്നു TMന്റെ വിജയം. നമ്മൾ കാണേണ്ട വസ്തുത, ഒരു തൊഴിലാളി നേതാവ് അല്ലെങ്കിൽ ജനകീയ നേതാവ് പിറക്കുന്നത് അവരെ ഏതെങ്കിലും ഒരു കൗൺസിലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ മത്സരിച്ച് ജയിച്ചതിൻ്റെ പേരിലോ മത്സരിച്ചതിൻ്റെ പേരിലോ ഇല്ല. ആ നേതാവിനെ, ആ ആളെ ജനങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാണെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ള ഒരാൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നേതാവാകുന്നത്. നമ്മുടെ ഈ കൊച്ചി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏത് അക്കാഡമിക് ക്വാളിഫിക്കേഷനിലെ ആൾക്കാർ ഇറങ്ങിയിട്ടാണ് പാർട്ടി കെട്ടിപ്പടുത്തത്? മട്ടാഞ്ചേരി വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആൾക്കാരും ആ കൊല്ലപ്പെട്ടില്ലെങ്കിൽ പോലും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ ചൂഷണവും ഏറ്റുവാങ്ങിയ തൊഴിലാളികൾ ഈ കൊച്ചി പ്രദേശത്തും എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തും അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തും വന്ന ആൾക്കാരും അതിലുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഈ മട്ടാഞ്ചേരിയിലെ കലാപത്തെ സംബന്ധിച്ചുള്ള സിനിമ തന്നെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സിനിമയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ തന്നെ പ്രസിദ്ധീകരിച്ചുള്ള പുസ്തകമുണ്ട്, EMS പഠന ഗവേഷണ കേന്ദ്രം നമ്മൾ പ്രസിദ്ധീകരിച്ചുള്ള പുസ്തകം തന്നെ ഉണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം, കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എന്തെങ്കിലും തൊഴിൽ തേടി ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ, അവരാണ് ഈ ചാപ്പ സമുദായത്തിനെതിരായിട്ട് ചാപ്പ കിട്ടുന്നതിന് വേണ്ടി അച്ഛനും മകനും സഹോദരനും എല്ലാം പോയി ഇടിച്ചു കയറുന്ന അവരാണ്. അവരെത്രത്തോളം ഒരു മനുഷ്യന് ജീവിക്കാനാവാത്ത തരത്തിലുള്ള വളരെ 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 അഴുകിയ നിലയിലുള്ള അല്ലെങ്കിൽ വളരെ വളരെ ദുഷിച്ച നിലയിലുള്ള ഒരു ചാളകളിലാണ് യഥാർത്ഥത്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ MK അബി അധ്യക്ഷത വഹിച്ചു. PS രാജം, KM റിയാദ്, KJ ആന്റണി, V ഹംസ, K അജേഷ്, VC ബിജു, സോണി കെ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.